ഇന്ന് ഏറ്റവും കൂടുതൽ പിൻപന്തിയിൽ നിൽക്കുന്ന കഴിഞ്ഞ MLA റാങ്ക് 52ാം സ്ഥാനത്താണ്. അപ്പോൾ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ഈ ഒരു മഞ്ചേരി മണ്ഡലത്തെ ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ മഞ്ചേരിയിലെ ജനങ്ങൾ ഇനി ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല. ജനങ്ങൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ 10 വർഷം LDF ഭരിച്ചതുകൊണ്ട് തന്നെ, തുടർ ഭരണം കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ് നിങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾ പങ്കെടുത്ത പരിപാടിയിലൊക്കെ നല്ല ജനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കളൊക്കെ അവർ നല്ല സപ്പോർട്ടുമായിട്ട് നേരിട്ട് വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയിലാണ്. നമുക്കറിയാലോ, മഞ്ചേരിയുടെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു പോയിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു പുതിയൊരാളെ അവർ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഒരാളെ പരീക്ഷിക്കും, അടുത്ത ആളെ പരീക്ഷിക്കും. അങ്ങനെയായിരുന്നു UDFൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് മഞ്ചേരിനെ കുറിച്ച് അറിയുന്നുള്ള ആൾ എന്ന നിലയിൽ തന്നെയാണ് എന്നെ LDF തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഞ്ചേരി മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. ചെറിയ പഞ്ചായത്തിൽ പോലും KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. മഞ്ചേരി സംബന്ധിച്ച് ഇതുവരെ ഒരു KSRT ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യം കുറഞ്ഞൊരു മുനിസിപ്പാലിറ്റി ഈ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയില്ല. അപ്പോൾ നല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്, അതേപോലെ ട്രാഫിക് പരിഷ്കരണങ്ങൾ. ഏത് സമയത്തും മഞ്ചേരി സംബന്ധിച്ച് ഒരു കുടിസായ ഒരു ട്രാഫിക്. ഒരു 30 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ചേരി, അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്ന മഞ്ചേരിയാണ്. അപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ജനസഭ രൂപീകരിച്ചുകൊണ്ട് മഞ്ചേരിക്ക് ഏതൊക്കെ രീതിയിൽ സാധ്യതകളുണ്ട് എല്ലാ വികസനവും ഈ മണ്ഡലത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഏൽപ്പിക്കുക എന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ സിറ്റി കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ മഞ്ചേരിയിൽ ഇങ്ങനെയുള്ളത് കൊണ്ടുവരിക എന്നുള്ളത്. ഒരു ആഗ്രഹം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ LDF തന്നെ തുടർ ഭരണത്തിൽ വരും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. അതുതന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നമ്മൾ കണ്ടതാണത്. പണ്ട് ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൻ്റെ ഘടനയല്ല ഇപ്പോൾ. ഘടന മൊത്തം മാറിയിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ ആദ്യത്തെ ഘടന എന്ന് പറഞ്ഞാൽ അരീക്കോട്, ചീക്കോട്, ആക്കോട് എന്നുള്ള രീതി. അപ്പോൾ അന്ന് സേക്കുരുക്കൾ മത്സരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും ഒരാളവിടെ നിർത്തിയാൽ ജയിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു UDFന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഘടന മാറിയിട്ടുണ്ട് മഞ്ചേരിയുടെ. നമുക്കറിയാം, തൃക്കലങ്കോട് പഞ്ചായത്തും പാണ്ടിക്കാട്, കിയാറ്റൂർ, എടപ്പറ്റ പഞ്ചായത്ത് കൂടി ചേർന്നപ്പോൾ ആർക്കും അത്ര കുത്തകയുള്ള മണ്ഡലമൊന്നുമല്ല. നല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണെങ്കിൽ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ന്യൂ ജനറേഷൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ സാധ്യതകൾ നമ്മൾ നോക്കി കാണുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ ഉത്ബദ്ധരാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവർ ഒരിക്കലും ഒരേ പാർട്ടിനെ പിന്തുണക്കുന്ന ആളുകളല്ല. അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും, അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും, നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷൻ ആണെങ്കിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും, ആ മണ്ഡലത്തിൽ ഒരു MLA വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസംബ്ലിയിലേക്ക് പുതിയ ആളെ തിരഞ്ഞെടുക്കും. പഞ്ചായത്തിന് വീഴ്ചകളുണ്ടെങ്കിൽ പഞ്ചായത്തിലേക്ക് പുതിയ ആളുകൾ തിരഞ്ഞെടുക്കും. ആ സമയത്ത് അവർ രാഷ്ട്രീയം നോക്കാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് യഥാർത്ഥമായ സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ വന്നുപോയ മുൻകാല UDFൻ്റെ MLA മന്ത്രിമാരടക്കം വന്നുപോയ ഈ മണ്ഡലം വർഷങ്ങളായിട്ട് മുരടിച്ച് കിടക്കുകയാണ്. വികസനത്തിൻ്റെ മുരടിപ്പിലാണ് ഈ മണ്ഡലം. അത് മാറ്റിയെടുക്കാൻ പുതിയ മഞ്ചേരിനെ അറിയുന്ന മഞ്ചേരിക്കാരനായ ഒരാൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് LDF എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതും. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെയാണ് ഇവിടെ മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ വന്നത്. അപ്പം നമുക്കറിയാം, ഗൂഡല്ലൂർ മുതൽ പൊന്നാനി, വെളിയങ്കോട് വരെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് മഞ്ചേരി ജില്ലാ ആസ്പത്രി. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. സാധാരണക്കാരായ ആളുകളാണ് ഈ മഞ്ചേരി മണ്ഡലത്തിലൊക്കെ ഉള്ളത്. മഞ്ചേരി മണ്ഡലം മാത്രമല്ല, മഞ്ചേരിക്ക് ചുറ്റുമുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ. ഇപ്പോൾ അത് ജനറൽ ആശുപത്രിയാക്കി ഉയർത്തി. അതിനുശേഷം പെട്ടെന്ന് മെഡിക്കൽ കോളേജായി. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രി ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി പോലും ഉത്തരവില്ല. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിനെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് സെപ്പറേറ്റ് ആക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശബ്ദമുയർത്താൻ ഞാൻ മുന്നോട്ടുണ്ടാവും. എൻ്റെ പ്രസ്ഥാനം അതിന് മുന്നോട്ടുണ്ടാവും. നമുക്കറിയാം, ഈ ഒരു ജനറൽ ആശുപത്രി ഇവിടുന്ന് തട്ടിയെടുക്കാൻ ചുറ്റുപാടുള്ള MLA ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിനൊക്കെ നമുക്ക് തടസ്സമിട്ടുകൊണ്ട് നമുക്ക് ജനറൽ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജും ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നേരിട്ടും അല്ലാതെയും
മഞ്ചേരിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളെന്ന നിലയിൽ എനിക്കത് തീർച്ചയായിട്ടും അത് സാധിക്കും. LDF സർക്കാരിനെ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്, കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പോരായ്മകൾ മാറ്റിവെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഗവൺമെൻറ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വർഗീയ കക്ഷികൾക്കെതിരെ പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ജാതിമത രാഷ്ട്രീയ ഭേദമെന്നെ ജനങ്ങളുടെ മലയാളികളുടെ ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികളെ മുന്നോട്ട് കൊണ്ട് നയിക്കാൻ പറ്റിയ നമ്മുടെ ക്യാപ്റ്റൻ പിണറായി സാറിൻ്റെ സർക്കാർ തന്നെ ഇവിടെ വീണ്ടും വരുന്നില്ല, യാതൊരു സംശയമില്ല.